വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സംബന്ധിച്ച് എങ്ങനെയെങ്കിലും വിജയിക്കണം എന്ന ആത്മവിശ്വാസത്തോടുകൂടി മുൻകരുതലോടുകൂടി പ്രവർത്തിക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം. നരേന്ദ്രമോദിയെ കൊണ്ടുവരുന്നു. അവിടെ മറ്റു തരത്തിലുള്ള പല ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല ചടങ്ങുകളിലും നരേന്ദ്രമോദി പങ്കെടുക്കുന്നു. അങ്ങനെ തങ്ങൾക്കൊത്ത ഒരു കളമാക്കി മാറ്റുവാൻ ശ്രമിക്കുന്നിടത്ത് തൃശ്ശൂരിൽ മത്സരിക്കുവാൻ പോകുന്ന CPI, അതായത് ഇടതുപക്ഷത്തിൻ്റെ LDFിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട CPIയുടെ MLA, തൃശ്ശൂർ MLA ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ശ്രീരാമനും ലക്ഷ്മണനും പൊറോട്ടയും ഇറച്ചിയും വിളമ്പിക്കൊടുത്തു സീതാദേവി എന്ന് പറഞ്ഞുകൊണ്ട് പരാമർശിച്ചുകൊണ്ടാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ്. പിന്നീട് അദ്ദേഹം അത് പിൻവലിക്കുന്നു. പഴയൊരു കഥ കേട്ട ഓർമ്മയിൽ ഇട്ടുപോയതാണ് എന്ന ഖേദം പ്രകടിപ്പിക്കുന്നു. അത് കേവലം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണോ? അത് കേവലം ഒരു അബദ്ധമാണോ? പരിശോധിക്കേണ്ടതായുണ്ട്. കാരണം തൃശ്ശൂരിൽ LDFും BJPയും തമ്മിൽ കൃത്യമായ അന്തർധാര നടക്കുന്നുണ്ട് എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞപ്പോൾ അത് തെരഞ്ഞെടുപ്പിനെ ഭയന്നിട്ടാണെന്ന് പറഞ്ഞ ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് കൃത്യമാണെന്ന് അടിവരയിടുന്ന തരത്തിലേക്കാണ് CPIയുടെ MLA ആയ ഇടതുപക്ഷത്തിൻ്റെ MLA ആയ P. ബാലചന്ദ്രൻ ഫേസ്ബുക്കിൽ ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഇടുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഹൈന്ദവ വോട്ടുകൾ വളരെ കൂടുതലാണ്. അതുതന്നെയാണ് BJP തങ്ങൾക്ക് പറ്റിയ കളമാണ് തൃശ്ശൂർ എന്ന് പറയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും. അത്തരത്തിലുള്ള ഒരു ഇടത്ത് ഇത്തരത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ഹൈന്ദവ മതവിശ്വാസികളുടെ ഹൃദയത്തിൽ വ്രണമുണ്ടാക്കുന്ന തരത്തിലേക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിലൂടെ എന്താണ് CPIയുടെ MLA ഉദ്ദേശിക്കുന്നത്? അത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും വ്യക്തമാണ്. അവിടെ ഹൈന്ദവ മതസ്ഥരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവരെ BJPയോട് അടുപ്പിക്കുക എന്ന തന്ത്രപരമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു CPIയുടെ MLA P. ബാലചന്ദ്രൻ. എന്നാൽ അതൊരു അബദ്ധം പറ്റിയതാണ് എന്ന തരത്തിലേക്കൊക്കെ വരുത്തി തീർക്കുവാൻ വേണ്ടി CPIയുടെ ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അദ്ദേഹത്തിനൊരു അബദ്ധം പറ്റിയതാണെന്നൊക്കെ തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. പക്ഷേ MLA P. ബാലചന്ദ്രൻ്റെ പോസ്റ്റ് വളരെ വ്യക്തമാണ്. ആ പോസ്റ്റിലെ ഓരോ വരികളിലും ഹൈന്ദവ മതവിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള വരികൾ തന്നെയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കാം. രാമൻ ഒരു സാധുവായിരുന്നു. കാലിൽ ആണി ഉണ്ടായിരുന്നത് കൊണ്ട് എടുത്തുചാട്ടക്കാരനായിരുന്നില്ല. ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്നു. ചേട്ടത്തി സീത 3 പേർക്കും വിളമ്പി. അപ്പോൾ ഒരു മാൻകുട്ടി അതുവഴി വന്നു. സീത പറഞ്ഞു, രാമേട്ട അതിനെ കറിവെച്ച് തരണം. രാമൻ മാനിന്റെ പിറകെ ഓടി. മാൻ മാരിയപ്പൻ എന്ന ഒടിയനായിരുന്നു. മാൻ രാമനെ വട്ടം കറക്കി വഴിതെറ്റിച്ച് നേരെ പോയി. ലക്ഷ്മണൻ ഇറച്ചി തിന്ന കൈനക്കി ഇരിക്കുകയായിരുന്നു. സീത പറഞ്ഞു, ഡാ തെണ്ടി, നക്കിയും നോക്കിയും ഇരിക്കാതെ രാമേട്ടനെ പോയി നോക്ക്. എട്ടും പൊട്ടും തിരിയാത്ത അദ്ദേഹത്തെ കൊണ്ടുവാ. ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ലക്ഷ്മണനെ നക്കിയെന്നും ശ്രീരാമന് ആണിരോഗമായിരുന്നുവെന്നും അവർ ഇറച്ചിയും പൊറോട്ടയും ഒക്കെ കഴിച്ചിരുന്നു എന്നും ഒക്കെ പറയുന്ന തരത്തിലേക്ക് ഒരു മതവിശ്വാസത്തെ മുഖത്തടിച്ചതുപോലെ വിമർശിച്ച് അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലേക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അത് എത്തേണ്ട ഇടങ്ങളിലെല്ലാം എത്തിക്കുന്നു. അതിനുശേഷം എനിക്ക് അബദ്ധം പറ്റിയതാണ്, പഴയൊരു കഥ വായിച്ച ഓർമ്മയിൽ ഇട്ടതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് പിൻവലിക്കുന്നു. അതിനെ പിന്താങ്ങാൻ തൃശ്ശൂരിൻ്റെ CPI ജില്ലാ സെക്രട്ടറി എത്തുന്നു. എന്താണ് CPI ഇതിൽ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇടതുപക്ഷം ഇതിൽ ഉദ്ദേശിക്കുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൃശ്ശൂരിൽ BJPക്ക് കളമൊരുക്കി കൊടുക്കുകയാണ് LDF എന്ന് പറയുന്നത് കൃത്യമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിനെ അടിവരയിടുന്ന തരത്തിലേക്ക് തന്നെയാണ് തൃശ്ശൂരിലെ MLA, തൃശ്ശൂരിൻ്റെ CPIയുടെ MLA. അവിടെ CPIക്ക് സീറ്റ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോക്സഭാ മണ്ഡലമാണ്. അവിടെ CPIയുടെ തന്നെ തൃശ്ശൂരിൻ്റെ MLA പറയുന്നു, ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഒക്കെ പൊറോട്ടയും ഇറച്ചിയും കഴിച്ചിരുന്നുവെന്നും ലക്ഷ്മണൻ ഒരു നക്കിയാണെന്നും ഒക്കെ പറയുന്ന തരത്തിലേക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എല്ലാ ഹൈന്ദവ മതവിശ്വാസികളുടെയും ഹൃദയത്തിൽ വ്രണപ്പെടുത്തിക്കൊണ്ട് അവിടെ BJPക്ക് കളമൊരുക്കി കൊടുക്കുന്നു എന്ന് നിസ്സംശയം തന്നെ പറയാം. MLAയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തി തൃശ്ശൂരിലെ തങ്ങളുടെ വിജയസാധ്യത കുറച്ചുകൂടി ഊട്ടിയുറപ്പിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ അവിടെ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കണമെന്ന കരുതലോടുകൂടി നടക്കുന്ന BJP നേതാക്കന്മാർക്ക് ഒരു വലിയ ആയുധം നൽകുന്നു. അവിടെ ആ BJP അത് ഉപയോഗപ്പെടുത്തുന്നു. BJPയുടെ ജില്ലാ പ്രസിഡന്റ് MLAയുടെ പോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ മറ്റൊരു പോസ്റ്റ് ഇടുന്നു. BJPയുടെ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് നവമാധ്യമങ്ങളിൽ കുറിച്ച വരികൾ വായിക്കാം.
കോടിക്കണക്കിന് ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസ പ്രമാണങ്ങളെ ഇത്രയും നികൃഷ്ടവും നീചവുമായ പ്രയോഗങ്ങളിലൂടെ ചവിട്ടിമെതിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ലാതെ മറ്റാർക്കാണ് കഴിയുക? മതഭീകരവാദികളുടെ വോട്ടിനു വേണ്ടി സ്വന്തം നാടിനെയും സംസ്കാരത്തെയും പിതൃശൂന്യരായ ഇക്കൂട്ടർ വ്യഭിചരിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ഇതുപോലെ വൃത്തികെട്ട ജനപ്രതിനിധിയെയും അവൻ്റെ പാർട്ടിയെയും ചുമക്കാൻ അവസരമുണ്ടാക്കിയവർ ആത്മാഭിമാനമുണ്ടെങ്കിൽ ഇത് കണ്ട് ലജ്ജിച്ച് തലതാഴ്ത്തട്ടെ. അവിടെ അനീഷ് പറയുന്നത് വളരെ വ്യക്തമാണ്. അദ്ദേഹം ആവശ്യപ്പെടുന്നതും വളരെ വ്യക്തമാണ്. മതവിശ്വാസങ്ങളെ ചവിട്ടിമെതിക്കുന്ന CPIക്കല്ല, ഇടതുപക്ഷത്തിനല്ല, LDFനല്ല വോട്ട് കൊടുക്കേണ്ടത്. നിങ്ങളുടെ മതവിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്ന, അങ്ങ് അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം ഉയർത്തിക്കെട്ടിയ BJPയെ വേണം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാൻ എന്ന തന്ത്രപരമായി തൊട്ടുതൊടാതെ ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് തങ്ങൾക്ക് ഉതകുന്ന തരത്തിലേക്ക് തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയ കളം ഒരുക്കി തീർക്കുവാൻ ശ്രമിക്കുകയാണ് KK അനീഷ്. അതിന് കുടപിടിച്ചു കൊടുക്കുന്നു LDF. നിസ്സംശയം തന്നെ പറയാൻ സാധിക്കുമത്. ഇവിടെ ചേർത്ത് വായിക്കേണ്ടത് പ്രതാപന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ്. അദ്ദേഹം പറയുന്നു, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ എന്നെ തിരിച്ചറിയണം. ഇവിടുത്തെ വർഗീയ പ്രസ്ഥാനങ്ങളെ തുടച്ചു നീക്കുവാൻ അരയും തലയും മുറുക്കി മുമ്പിൽ നിൽക്കുന്നത് താനാണെന്ന് പറയാതെ പറയുന്നു പ്രതാപൻ. ആ വാക്കുകളെ ചെവിക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇടതുപക്ഷവും BJPയും തമ്മിലുള്ള അന്തർധാര BJPക്ക് ഇവിടെ നിലമുറപ്പിക്കുവാൻ കഴിയുന്ന തരത്തിലേക്കുള്ളൊരു ആയുധം നൽകുന്നു CPIM. ഇത് രാഷ്ട്രീയ കേരളത്തിൽ തൃശ്ശൂരിൽ മാത്രമല്ല 6 ഇടങ്ങളിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി നിൽക്കുന്ന BJPക്ക് കടന്നു കയറുവാൻ ലോക്സഭയിലേക്ക് കേരളത്തിൻ്റെ പ്രതിനിധികളുടെ കൂട്ടത്തിൽ BJPയുടെ നേതാക്കന്മാരെ അകത്തേക്ക് കയറ്റുവാനുള്ള വാതിൽ തുറന്നു കൊടുക്കുകയാണ് ഇടതുപക്ഷം. എന്താകും ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പരിണിത ഫലമെന്ന് കണ്ടു തന്നെ അറിയേണ്ടതാണ്.